ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയ സഹപാഠി സുഹൃത്തുക്കളെ, അറിവിന്റെ മഹത്വത്തെ പറ്റി ഏതാനും ചില വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാം. അറിവിന്റെ മഹത്വത്തെ പറ്റി നബി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഉത്ലുബിൽ ഇൽമ വലൗ ഫിസ്സി. നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടുക. അവിടുത്തെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പണ്ഡിതനാവുക, അല്ലെങ്കിൽ പഠിതാവാവുക, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുകയും ചെയ്യുക, അതുമല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുക. ഇതൊന്നുമല്ലാതെ നിങ്ങൾ അഞ്ചാമനായി നീ മാറരുത്. എത്ര മഹത്തരമാണ് പ്രവാചക അധ്യാപനം! മലയാളത്തിന്റെ പ്രിയ കവി ഉള്ളുകസ് പരമേശ്വരനെ പാടുന്നു: കൊണ്ടുപോവില്ല ചേർമ്മ ഒടുക്കും തോറും മേവിടും, മേന്മ തന്നെ മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. അറിവിന്റെ മഹത്വത്തെ പറ്റി ഇതിൽ പ്രതിപാദിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ വിശുദ്ധ ഖുർആൻ പോലും ആരംഭിക്കുന്നത് വായിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. സത്യവിശ്വാസികളുടെ കളഞ്ഞ മോശത്താണ് അറിവ്. അതെവിടെ കണ്ടാലും എടുക്കണമെന്ന് നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അറിവുള്ളവനെ സംസ്കാരം ഉണ്ടാവുകയുള്ളൂ, അറിവില്ലാത്തവനെ സംസ്കാരശൂന്യനായിരിക്കും. ഇക്കാലത്ത് ഏത് തൊഴിൽ ഏർപ്പെടണമെങ്കിലും അറിവ് വേണം. അറിവിന്റെ വ്യാപനത്തിലൂടെ സമൂഹം സാംസ്കാരിക സമ്പന്നമാകുന്നതും തലമുറകളുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു. അതിനാൽ അറിവിന്റെ പ്രചാരണം ഇസ്ലാം പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ചു തന്നു. അറിവില്ലാത്തവൻ അറിവുള്ളവനോട് ചോദിച്ച് പഠിക്കുക. അറിവ് നേടേണ്ടത് ശുദ്ധിയോ ശരിയുമായ വഴിക്കാണ്. മറിച്ചാണെങ്കിൽ വെളിച്ചത്തിന് പകരം ഇരുട്ടാൻ സമ്പാദിക്കുക. മനുഷ്യന് വേണ്ടത് ധാർമ്മിക വിദ്യയാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും അതാണ്. അത് തിരിച്ചു പിടിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണം. അതിനുള്ള പ്രചോദനമാകട്ടെ എന്റെ വാക്കുകൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഉപസംഹാരം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.